ധർമ്മസ്ഥലയിൽ നിന്ന് വീണ്ടും അസ്ഥിഭാഗങ്ങളും തലയോട്ടികളും കണ്ടെത്തി. 2 ദിവസങ്ങളിലായി പ്രത്യേക സംഘം നടത്തിയ തെരച്ചിലിൽ 7 തലയോട്ടികളും നിരവധി അസ്ഥിഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. അസ്ഥികൂട അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ധർമ്മസ്ഥല സ്വദേശികളായ 2 പേർ നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേത്രാവതിക്കരയിലെ ബംഗ്ലാഗുഡെ വനമേഖലയിൽ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നടത്തിയ പരിശോധനയിലാണ് തലയോട്ടികളും അസ്ഥികൂട ഭാഗങ്ങളും കണ്ടെത്തിയത്. ബുധനാഴ്ച 5 തലയോട്ടികളും നിരവധി അസ്ഥിഭാഗങ്ങളും വ്യാഴാഴ്ച 2 തലയോട്ടികളും അസ്ഥിഭാഗങ്ങളുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം SIT കുഴിച്ചു പരിശോധന നടത്തിയ സ്ഥലത്തിന് തൊട്ടടുത്താണിത്. കണ്ടെത്തിയ എല്ലുകൾ, ലിംഗം, പ്രായം, മരിച്ച കാലയളവ് എന്നിവ കണ്ടെത്താനായി ഫോറൻസിക് പരിശോധനക്കായി അയച്ചു. ബുധനാഴ്ച എല്ലുകൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് കയർ കഷ്ണം, ഊന്നുവടി, വിഷക്കുപ്പി, തിരിച്ചറിയൽ കാർഡ് എന്നിവ കണ്ടെത്തി. വ്യാഴാഴ്ച ലഭിച്ച അസ്ഥികൂടത്തിന് സമീപത്ത് നിന്ന് 7 വർഷം മുമ്പ് കാണാതായ ഒരാളുടെ തിരിച്ചറിയൽ കാർഡും കിട്ടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇവ കസ്റ്റഡിയിലെടുത്തു. നേരത്തെ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് വെളിപ്പെടുത്തി 2 ധർമ്മസ്ഥല സ്വദേശികൾ SITക്ക് മുന്നിലെത്തിയിരുന്നു. ഇക്കാര്യം SIT അന്വേഷിക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 10 വർഷം മുമ്പ് വരെ 100-ലധികം സ്ത്രീകളെ കൊന്നു കുഴിച്ചിട്ടുവെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞ ജൂണിലാണ് ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നത്. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ദിവസങ്ങളോളം കുഴിച്ചു പരിശോധനയുൾപ്പെടെ നടത്തിയ ശേഷം മൊഴി വ്യാജമാണെന്ന് കാണിച്ച് ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ എന്ന ഭീമയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ഇപ്പോൾ റിമാൻഡിലാണ്. മുൻപ് തെളിവായി ഹാജരാക്കിയ അസ്ഥികൾ 2012-ൽ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിറ്റൽ ഗൌഡ നൽകിയതാണെന്ന് ശുചീകരണ തൊഴിലാളി SITക്ക് മൊഴി നൽകിയിരുന്നു. ഗൌഡയെ ചോദ്യം ചെയ്തപ്പോൾ ബംഗ്ലാഗുഡയിൽ കുട്ടിയുടേതുൾപ്പെടെ നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെന്ന വിവരം നൽകിയതിനെ തുടർന്നാണ് SIT പരിശോധന നടത്തിയത്. അതേസമയം SIT അന്വേഷണം വിരമിച്ച ജഡ്ജിന്റെ നിരീക്ഷണത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ട അഭിഭാഷക സംഘം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.